കെ റഫീഖ്, ഇത്രയും വിശദീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങക്ക് എന്താണ് മനസ്സിലാകുന്നത്? IC ബാലകൃഷ്ണന് ഇന്ന് മുൻകൂർ ജാമ്യം, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ചയിലേക്ക് വരാം, പക്ഷേ മുൻകൂർ ജാമ്യം IC ബാലകൃഷ്ണനും ND അപ്പച്ചനുമൊക്കെ ഇന്ന് കിട്ടുമ്പോൾ ശരിക്കും അത് ജനമനസ്സിൽ ജാമ്യം കിട്ടിയ സ്ഥിതിയാണോ? ഒരിക്കലുമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുതകളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ജാമ്യം എന്നൊക്കെ പറയുന്നത് കോടതിയുടെ നടപടിയുടെയൊക്കെ ഭാഗമായി സാങ്കേതികമായി ലഭിക്കുന്ന കാര്യം മാത്രമാണ്. അതുകൊണ്ട് കേസാകെ ഇല്ലാതാവുന്നില്ല, കേസ് നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഈ കോടതിയുടെ ജാമ്യം നൽകിക്കൊണ്ടുള്ള കാര്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പെറ്റീഷണേഴ്സ് ഷാൾ അപ്പിയർ ബിഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫോർ 3 days, അതായത് 20, 21, 22 തീയതികളിൽ 10 മണിക്കും അതുപോലെ 5 മണിക്കും ആ ഒരു സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുമ്പിൽ ഈ ഡേറ്റുകളിൽ ഹാജരാവണം. 20-നും 21-നും 22-നും ഹാജരാവണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കോടതിയുടെ ജാമ്യങ്ങൾ. അപ്പോൾ അതായത് പ്രതികളായതുകൊണ്ട് തന്നെയാണല്ലോ ഹാജരാവാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നതൊക്കെ ഒരു സാങ്കേതികമായ കാര്യം. ജനങ്ങളുടെ മനസ്സിൽ ഇവർക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. കാരണം ഇവിടെ NM വിജയേട്ടൻ്റെ മരണം ഇവർക്ക് ജാമ്യം കിട്ടിയോടുകൂടി ആവുന്നില്ലല്ലോ, മരണം ഇല്ലാതാവുന്നില്ലല്ലോ. 2 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ 2 ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണം കോൺഗ്രസ്സുകാരായിട്ടുള്ള ഈ നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ ഇല്ലാതാവുന്നില്ല. ആ 2 ജീവനുകൾ നഷ്ടപ്പെട്ടത് ഇല്ലാതാവുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയത് പുറത്തു വന്നു കഴിഞ്ഞു, അതില്ലാതാവുന്നില്ല. അതുപോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥികൾ വലിയ രൂപത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, അതില്ലാതാവുന്നില്ല. വിജയേട്ടൻ്റെ കത്ത് എല്ലാം പറഞ്ഞ് എന്തുകൊണ്ടാണ് ഞാൻ മരിക്കേണ്ടി വന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട്, അതായത് അദ്ദേഹം അനുഭവിച്ച പ്രയാസം, അദ്ദേഹം ആർക്കൊക്കെയാണ് പണം കൊടുക്കാനുള്ളത്, ആരൊക്കെയാണ് പണം തരാനുള്ളത്, ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം ആരുടെയൊക്കെ കയ്യിലാണ്, തൻ്റെ മരണത്തിന് ഉത്തരവാദി IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ND അപ്പച്ചനും ഉൾപ്പെടെയുള്ളവരാണ് എന്നതെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള അദ്ദേഹം എല്ലാം പറഞ്ഞിട്ടുള്ള കത്ത് അതില്ലാതാവുന്നില്ലല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം, ഭിന്നശേഷിക്കാരനായ തൻ്റെ മകനെ 7 വർഷക്കാലം ആ അർബൻ ബാങ്കിൽ താൽക്കാലികമായി ജോലിയിൽ നൽകുന്നു. എന്നാൽ സ്ഥിരപ്പെടുത്തേണ്ട ഘട്ടം വന്നപ്പോൾ ആ മകനെ ഒഴിവാക്കി വിട്ട് അതിന് പകരം 25 ലക്ഷം രൂപ വാങ്ങി മറ്റൊരാൾക്ക് നിയമനം നൽകുന്നു. അതില്ലാതാവുന്നുണ്ടോ ഈ ജാമ്യം കിട്ടുന്നതോടുകൂടി? ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം തുറന്ന പുസ്തകം പോലെ തെളിവാണ്. ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച പ്രതിനിധി സൂചിപ്പിച്ച പോലെയാണോ വിഷയം? CPM-ന്റെ ഏതെങ്കിലും പ്രവർത്തകനോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസോ നേരിട്ട് ഈ കാര്യത്തിൽ ഒരു കത്തുണ്ടാക്കി തയ്യാറാക്കി തിരക്കഥയുണ്ടാക്കി കേസെടുത്തതാണോ? അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും പോലീസ് അതിനുവേണ്ടി കേസെടുത്തതാണെന്ന്. അങ്ങനെയല്ലല്ലോ. ഈ കത്ത് പുറത്തു വന്നത് ആരാണ്? പുറത്തുവിട്ടത് ആരാണ്? CPM-ന്റെ പ്രവർത്തകരാണോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകനാണോ? അല്ലല്ലോ. ഇത് പുറത്തുവിട്ടത് 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച NM വിജയേട്ടൻ്റെ DCCയുടെ ട്രഷററായിട്ടുള്ള ആയിരുന്ന NM വിജയേട്ടൻ്റെ മകനാണല്ലോ പുറത്തുവിട്ടത്. അദ്ദേഹം പുറത്തുവിടുന്ന കത്ത് വ്യാജമാണ് എന്നാണോ ഇവരതുകൊണ്ട് പറയുന്നത്? ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പോലീസ് കേസെടുത്തിരിക്കുന്നത്? ആ കത്തിൽ വളരെ കൃത്യമായി പറയുകയല്ലേ. ഇതൊന്നും ഇല്ലാതാകുന്നില്ല ജാമ്യം കിട്ടുന്നതോടുകൂടി. അത് മുൻകൂർ ജാമ്യമാണ് കിട്ടുന്നത്. കേസിൽ വിധി വരികയല്ല ഉണ്ടായത്. ഇത് കുറ്റക്കാരല്ല എന്നുള്ള വിധിയല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യമുണ്ട്, വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതി എത്രമാത്രം വലുതാണ് എന്നതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. KPCCയുടെ നേതൃത്വം ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട്. അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞ് കുടുംബത്തെ ആക്ഷേപിച്ച സുധാകരൻ ഇത്ര ദിവസം പിന്നിട്ടിട്ടും ആ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയിട്ടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി ഒരു അനുശോചനക്കുറിപ്പെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ തയ്യാറായോ? കോൺഗ്രസിന് വേണ്ടി 5 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകന് മരിച്ചിട്ട് ഇത്രയേറെ വിവാദങ്ങളായിട്ടും ഒരു അനുശോചനക്കുറിപ്പെങ്കിലും എഴുതാൻ വേണ്ടി കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതയായ നേതാവും ഈ പാർലമെന്റിലെ മെമ്പറുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വാദ്രയ്ക്ക് തയ്യാറായോ? ഇല്ലല്ലോ. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. KPCC നേതൃത്വത്തിന് നേരത്തെ അദ്ദേഹം ഒരു കത്തെഴുതി 2021. ആ കത്തിൽ കൃത്യമായി പറയുന്നു, എനിക്ക് IC ബാലകൃഷ്ണന്റെ കയ്യിലാണ് പണമുള്ളത്, ആ പണം വാങ്ങി എനിക്ക് തിരിച്ചു നൽകണം എന്ന് പറയുന്നു. ആ പണം വാങ്ങി തിരിച്ചു നൽകാനുള്ളൊരു മര്യാദയെങ്കിലും KPCC നേതൃത്വം ഇതിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാവില്ലേ? അദ്ദേഹം മരിക്കേണ്ടി വരുമായിരുന്നോ? ഭിന്നശേഷിക്കാരനായ ആ മകന് 7 വർഷക്കാലം ജോലി ചെയ്ത മകന് തൊഴിൽ കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പ്രയാസം അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അദ്ദേഹം കത്തിൽ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ അല്ലെങ്കിൽ CPM ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം NM വിജയൻ കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ടാണ് കോടതിയിൽ
ഈ പ്രതികളുടെ വക്കീൽ പറഞ്ഞിട്ടുള്ളത്? ഇന്നിപ്പോൾ വക്കീൽ പറയുന്നതൊക്കെ കേട്ടപ്പോൾ NM വിജയനാണ് വലിയ തെറ്റുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിപ്പോൾ മുൻകൂർ ജാമ്യം നേടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതി എങ്ങനെയാണ്? കോൺഗ്രസ് അംഗീകരിക്കുന്നതാണോ ഇതൊക്കെ? എങ്ങനെയാണ് ഈ കോൺഗ്രസ് നേതാക്കളെ പുറത്ത് ഇവർ സ്വീകരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും കോൺഗ്രസിന് നേതൃത്വമാണ് ഇതിൽ വളരെ ഗൗരവമായി മറുപടി പറയേണ്ട വിഷയമാണുള്ളത്. ഇവിടെ വക്കീൽ ഇവരുടെ അഡ്വക്കേറ്റ്സ് കോടതിയിൽ വാദിച്ചത് അപ്പാടെയും എന്ന് പറയുന്നത് NM വിജയേട്ടൻ അഴിമതിക്കാരനാണ് എന്ന രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ടാണ്. നേരത്തെ ഇവിടെ തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീട്ടിലേക്ക് വന്നിട്ട് കുടുംബത്തോടൊപ്പമാണ് എന്നാണല്ലോ ഇവർ പറഞ്ഞത്. പക്ഷേ കോടതി നടപടികൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇത് വ്യാജരേഖയാണ്, ഈ കത്ത് വ്യാജമാണ് എന്ന വാദമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഞാൻ അതാണ് നേരത്തെ ചോദിച്ചത്. ഈ കത്ത് വ്യാജമാണെന്ന് പറയുമ്പോൾ ഈ കത്ത് പുറത്തുവിട്ടത് ആരാണ്? പുറത്തുവിട്ടത് ആ കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തെ വീണ്ടും വീണ്ടും ഇവർ ആക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് NM വിജയേട്ടൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ച കത്ത്. അതിൽ അവസാനിപ്പിക്കുന്ന ഭാഗം ഇതാണ്: ഈ മരണക്കുറിപ്പ് താങ്കൾക്ക് ലഭിച്ച്, അതായത് KPCC പ്രസിഡന്റിനോട് പറയുകയാണ്, ഈ മരണക്കുറിപ്പ് താങ്കൾക്ക് ലഭിച്ച് 10 ദിവസത്തിനകം ഇതിൽ പരിഹാരമുണ്ടായിട്ടില്ലെങ്കിൽ പോലീസിന് നൽകണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ കത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മരണക്കുറിപ്പായ തന്നെ കത്താണ്. പക്ഷേ ആ കത്തിനെ അതിലെ ചില പരാമർശങ്ങളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് NM വിജയേട്ടൻ വ്യാജമായി പറയുകയാണ്, അദ്ദേഹം നടത്തിയ അഴിമതിയാണ് എന്ന രൂപത്തിൽ വരുത്തുകയാണ്. അദ്ദേഹം വലിയ അഴിമതിക്കാരനായിട്ടാണ് കോടതിയിലുള്ള ഇവരെ രക്ഷിക്കാൻ വേണ്ടി, ഇതിൻ്റെ യഥാർത്ഥ തെറ്റുകാരായ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനും ഉൾപ്പെടെയുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടി NM വിജയേട്ടനെ വളരെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങൾ ചോദിക്കുന്നത്, കോടതിയിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണോ കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ളത്? അങ്ങനെയാണ് കോൺഗ്രസ് അത് പറയട്ടെ. ഇത് കുടുംബത്തോടൊപ്പം പോയിട്ട് നിങ്ങൾക്കൊപ്പമാണെന്ന് പറയുകയും തെറ്റുകാരായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി NM വിജയേട്ടനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണല്ലോ ഇതിലുണ്ടായത്. തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. 2021 ഈ കത്തിൽ അദ്ദേഹം എഴുതി വെച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ഇതൊന്ന് ഈ ഒറ്റ വാചകം പൂർത്തീകരിക്കട്ടെ. 2021 കൊടുത്ത കത്തിൽ IC ബാലകൃഷ്ണനാണ് പണമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ ഘട്ടത്തിലും IC ബാലകൃഷ്ണനെ സംരക്ഷിച്ചു. നിങ്ങൾ നോക്കൂ, KPCC നേതൃത്വം എന്തുകൊണ്ടാണ്? അവർക്കിതിൽ പങ്കുള്ളത് കൊണ്ടാണ്. അതിനുശേഷം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ പ്രതിയാണ്, 2ാം പ്രതിയാണ്. എങ്കിലും ജില്ലയിലെ തലമുതിർന്ന നേതാവാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് ND അപ്പച്ചൻ. അദ്ദേഹത്തെ കേട്ടാലിറക്കുന്ന ഭാഷകൾ തെറിവിളിച്ചു, പരസ്യമായി തെറിവിളിച്ചു. ഇപ്പോഴും അതിൽ ലഭ്യമാണല്ലോ. അപ്പോഴും IC ബാലകൃഷ്ണൻ സംരക്ഷിക്കുന്നു. ഇപ്പോൾ 2 പേർ മരിച്ചു. മരിച്ച ഘട്ടത്തിലും 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി ഒരു പ്രവർത്തിച്ച മനുഷ്യൻ ഉൾപ്പെടെ മരിച്ചു. ആ ഘട്ടത്തിലും അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്ന് പറയുന്നു. IC ബാലകൃഷ്ണന് വേണ്ടി പൊതുയോഗം നടത്തിക്കൊണ്ട് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ഈ കുടുംബത്തെ ആക്ഷേപിക്കുന്നു, കോടതിയിൽ കുടുംബത്തെ ആക്ഷേപിക്കുന്നു. ഇതല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത്? ഇവിടെ IC ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്ക് വേണ്ടി മറ്റ് ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച കോൺഗ്രസ്സുകാർക്ക് യാതൊരു വിലയുമില്ലാത്ത രൂപത്തിലേക്ക് ഈ അഴിമതിക്കും ഈ മരണത്തിന് ഉത്തരവാദിത്തപ്പെട്ട കാര്യത്തിനുമെല്ലാം കൂട്ടുനിൽക്കുന്ന രൂപത്തിലേക്ക് KPCC നേതൃത്വം മാറുന്നു. ഇതിൽ 1ാം പ്രതി ഇപ്പോഴും IC ബാലകൃഷ്ണനാണ്. ജാമ്യാപേക്ഷയിൽ മാത്രമാണ് തീരുമാനം വന്നിട്ടുള്ളത്, അല്ലാതെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മാത്രമാണ് തീരുമാനം വന്നത്. ഇപ്പോഴും 1ാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ, ഇപ്പോഴും 2ാം പ്രതിയാണ് DCCയുടെ അധ്യക്ഷൻ. എന്നിട്ട് അവർ ഇപ്പോഴും MLA ആയി തുടരുകയാണല്ലോ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, PP ദിവ്യയുടെ കേസ് ഉൾപ്പെടെ വന്ന ഘട്ടത്തിൽ CPIM സ്വീകരിച്ച നിലപാട്. പക്ഷെ എന്തുകൊണ്ടാണ് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് പുറത്താക്കാൻ തയ്യാറാവാത്തത്? അതിൻ്റെ അർത്ഥം ഇവരെ എല്ലാം KPCC നേതൃത്വം ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നത്.